ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ ആളുകൾ ഇത് തൊഹാടിയായുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞു പറ്റാറുമില്ല കുഞ്ഞാലിക്കുട്ടി. അതായത് നമ്മളെല്ലാം തൊഹാടികളാണല്ലോ. ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്കണം. പാങ്കൂട്ടത്തിൻ്റെ കൂട്ടുകാരനാണ്, അപ്പനപ്പനാണ് കുഞ്ഞാലിക്കുട്ടി. അപ്പം ഈ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് അപ്പൂപ്പൻ ഒന്ന് ശ്രമിക്കുക. നമ്മളാരും ഐസ്ക്രീം കച്ചവടത്തിന് പോയിട്ടില്ല. ഇതെല്ലാം ഐസ്ക്രീം കച്ചവടത്തിന് പോയ ആളുകളാണ്. ഈ പൊതുപ്രവർത്തനത്തിൽ മാന്യതയും മര്യാദയും സംശുദ്ധമായ സ്വഭാവശുദ്ധി ഉണ്ടാകണം. ഈ സ്വഭാവശുദ്ധി എന്ന് പറയുന്നത് പൊതുപ്രവർത്തനത്തിലായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും ഉണ്ടാകണം. ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയായാലും നമ്മളെ ആക്ഷേപിച്ച് വർത്തമാനം പറയുമ്പോൾ, തൊഹാടിയുടെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇവരൊക്കെ സംസാരിക്കുന്ന ആരുടെ ഭാഷയുടെ സ്വഭാവം എന്താണ്? എന്താണ് സ്വഭാവശുദ്ധി? ഇത് വർഗീയത മാത്രം 24 മണിക്കൂറും തിന്നുകയും കഴിക്കുകയും ഭക്ഷിക്കുകയും ഛർദ്ദിക്കുകയും ശ്വസിക്കുകയും ഉച്ഛസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്നത്. ഇവിടെ ലക്ഷ്യത്തിൻ്റെ എന്താ? മതേതരമാണോ? മുസ്ലിം രാഷ്ട്രം ഇവിടെ വരണമെന്നാണ് ലീഗിന്റെ അജണ്ട. തന്നെ അവരുടെ തത്വം എന്താണ്? അവരുടെ മതരാഷ്ട്രം ഇവിടെ വരണം. അതുമാത്രമല്ല, ഭരണം എങ്ങനെയായിരിക്കണം? ഇന്ത്യൻ ഭരണഘടന അവർക്ക് ബാധകമല്ല. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല. ശരീരത്തെ നിയമങ്ങളാണ് അവർക്ക്